സംസ്ഥാനത്ത് വീണ്ടും മഴ ശക്തമാകുന്നു എന്ന വിവരമാണ് ഇപ്പോൾ വരുന്നത്. എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ ഓറഞ്ച് അലർട്ടാണ്. തൃശൂർ മുതൽ കാസർഗോഡ് വരെ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. നാളെ 6 ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് ഉള്ളത്. കൂടുതൽ വിവരങ്ങളുമായി മീര മനോഹരനാണ് ചേരുന്നത്. മീര, വീണ്ടും മഴ കനക്കുന്നു എന്നാണ് ഈ അറിയിപ്പിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ചും തിരുവനന്തപുരത്തൊക്കെ നേരത്തെ ഇത്തരത്തിൽ അതിതീവ്ര മഴ മുന്നറിയിപ്പില്ലായിരുന്നു. ഇതിപ്പോൾ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഇത്തരത്തിൽ ഓറഞ്ച് അലർട്ട് അടക്കം വരുന്നത്. എന്തെല്ലാം കാര്യങ്ങളാണ് ഇക്കാര്യത്തിൽ കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്? സ്വാതി സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരിടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്തെ വീണ്ടും മഴ കനക്കുകയാണ്. വിവിധ ജില്ലകളിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മഴ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിലവിലിപ്പോൾ തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ്. മറ്റെല്ലാ ജില്ലകളിലും യെല്ലോ അലേർട്ട് കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരും എന്നുള്ളതാണ്. നാളെ ഉൾപ്പെടെ 6ഓളം ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ്. എന്തായാലും കാലാവസ്ഥ മോശമാകുന്ന സാഹചര്യത്തിൽ നിരവധിയായ ജാഗ്രതാ നിർദ്ദേശങ്ങളും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എന്തായാലും വരുന്ന 7-ാം തീയതി വരെ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. കടലാക്രമണ സാധ്യത കൂടി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ എന്തായാലും ഈ തീരദേശവാസികളും മത്സ്യത്തൊഴിലാളികളും ഉൾപ്പെടെ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. എന്തായാലും ഇന്ന് പ്രധാനമായും തെക്കൻ ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. തലസ്ഥാനത്ത് ഉൾപ്പെടെ മഴ തുടരുന്ന സാഹചര്യത്തിലാണുള്ളത്. മറ്റു ജില്ലകളിലും തെക്കൻ ജില്ലകളിലും മഴ തുടരുന്നു എന്നുള്ളത് തന്നെയാണ്. നാളെ ഉൾപ്പെടെ തെക്കൻ ജില്ലകളിൽ തന്നെയാണ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ തമിഴ്നാടിന് മുകളിലായി രൂപപ്പെട്ടിട്ടുള്ള ചക്രവാത ചുഴിയുടെ സ്വാധീനത്തിലാണ് ഇപ്പോൾ സംസ്ഥാനത്ത് മഴ തുടരുന്നത്. വരും ദിവസങ്ങളിലും വരുന്ന 5 ദിവസത്തേക്കു കൂടി സംസ്ഥാനത്ത് വ്യാപക മഴ തുടരും എന്നുള്ളത് തന്നെയാണ്. പ്രധാനമായും ഈ വരും ദിവസങ്ങളിൽ ഈ തെക്കൻ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ജാഗ്രതാ നിർദ്ദേശവുമുണ്ട്. ശ്രദ്ധ പുലർത്തേണ്ട കാര്യമുണ്ട്. പ്രധാനമായും തീരദേശവാസികളൊക്കെയും ഈ കടൽക്ഷോഭ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. മറ്റ് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഉൾപ്പെടെ ജാഗ്രതാ നിർദ്ദേശം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും വരുന്ന 5 ദിവസത്തേക്കു കൂടി ശക്തമായ വ്യാപക മഴയ്ക്കുള്ള സാധ്യതയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. സ്വാതി.